ദുര്യോധനൻ മൂകൻ എന്ന രാക്ഷസനെ അർജുനനെ കൊല്ലാൻ അയച്ചു. മൂകൻ ഒരു പന്നിയുടെ വേഷം പൂണ്ടു. അർജുനൻ ധ്യാനത്തിൽ മുഴുകിയിരിക്കവേ പെട്ടെന്ന് ഒരു വലിയ ശബ്ദം കേട്ട് അവൻ്റെ ഏകാഗ്രത തകർന്നു. അവൻ കണ്ണുകൾ തുറന്നപ്പോൾ കിരാതരുടെ ഒരു സംഘം മൂകനെ പിന്തുടരുന്നത് കണ്ടു. വാസ്തവത്തിൽ കിരാതന്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ ശിവൻ തന്നെയായിരുന്നു. അർജുനനും ശിവനും ഒരേ സമയം അമ്പുകൾ കൊണ്ട് പന്നിയെ ആക്രമിച്ചു. തൽഫലമായി പന്നി കൊല്ലപ്പെട്ടു. ശിവൻ സ്വന്തം ഗണങ്ങളെ എയ്ത അമ്പെടുത്ത് തിരികെ വരാൻ പറഞ്ഞയച്ചു. അതുപോലെ അമ്പെടുക്കുവാനായി ചത്ത പന്നിയുടെ അടുത്തേക്ക് അർജുനനും നീങ്ങി. അർജുനൻ സ്വന്തം അമ്പ് നിലത്ത് കിടക്കുന്നത് കണ്ട് അവനതെടുത്തു. അപ്പോൾ തന്നെ ഗണങ്ങൾ അവിടെയെത്തി ആ അമ്പ് ഞങ്ങളുടെ യജമാനൻ്റേതാണെന്നതിനാൽ അത് തിരികെ നൽകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അർജുനൻ സ്വന്തം അമ്പ് വിട്ടുകൊടുക്കുവാൻ വിസമ്മതിക്കുന്നു. ഒപ്പം തന്നെ അവരുടെ യജമാനനോട് എൻ്റെ വെല്ലുവിളി അറിയിക്കുവാൻ ഗണങ്ങളോട് ആവശ്യപ്പെട്ടു. ഗണങ്ങൾ ശിവന്റെ അടുത്തേക്ക് മടങ്ങിപ്പോയി നടന്നത് വിവരിച്ചു. ഭഗവാൻ ശിവൻ അർജുനന്റെ വെല്ലുവിളി സ്വീകരിച്ച് അവനോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി. അദ്ദേഹത്തിൻ്റെ ഗണങ്ങളും ഒപ്പം ചേർന്നു. അർജുനൻ ശിവന്റെ എല്ലാ ഗണങ്ങളെയും പരാജയപ്പെടുത്തി. ഒടുവിൽ ഭഗവാൻ ശിവൻ അദ്ദേഹവുമായി ഒരു ദ്വന്ദ്വ യുദ്ധം നടത്താൻ മുൻപോട്ട് വന്നു. അർജുനന്റെ വീര്യത്തിൽ ശിവൻ വളരെയധികം ആകൃഷ്ടനാകുന്നു. അപ്പോൾ ശിവൻ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടുത്തി. ഭഗവാൻ ശിവനുമായി യുദ്ധം ചെയ്യേണ്ടി വന്നതിൽ അർജുനൻ അത്യധികം ലജ്ജിച്ചു. ഭഗവാൻ ശിവൻ അവനെ ആശ്വസിപ്പിക്കുകയും സ്വന്തം ആയുധമായ പാശുപതം അർജുനന് നൽകുകയും ചെയ്യുന്നു.